ുകൊണ്ട് അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നതാണ് ഈ ഒരു നിമിഷം പറയാനുള്ളത്. അദ്ദേഹം അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തൃശ്ശൂർ അമല ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. നിത്യവിസ്മയനാഥം നമ്മളോട് കൂടെ ചേരുകയാണ് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ. ഇപ്പോൾ മലയാളത്തിലെ ഒരു പ്രമുഖ ഗായകൻ വിട പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? വലിയ ഒരു ശൂന്യത തന്നെയാണ്. ഒരുപാട് മഹാത്മാക്കൾ ഓരോന്നായിട്ട് പോവുകയാണ്. മലയാളത്തിന്റെ ഭാവഗാനങ്ങളുടെ വസന്തമാണ് പൊലിഞ്ഞത്. ഏതാണ്ട് 6 പതിറ്റാണ്ട് കാലം മലയാളിയുടെ ഹൃദയത്തിന്റെ കാതിൽ പ്രണയം പോലെ മെലഡികൾ ആലപിച്ച ഒരു പാട്ടുകാരനാണ്. യേശുദാസ് ഗാനഗന്ധർവനായിരുന്നുവെങ്കിൽ ജയചന്ദ്രൻ ഏറ്റവും മനുഷ്യരുടെ കൂടെയുള്ള മണ്ണിൽ ചവിട്ടി നടക്കുന്ന ഒരു സാധാരണക്കാരന്റെ പാട്ടുകാരനായിരുന്നു. ഈ 2 മഹാപ്രതിഭാസങ്ങളും ഒപ്പമാണ് മലയാളിയെ പ്രണയത്തിലേക്കും സ്വപ്നത്തിലേക്കും പ്രതീക്ഷയിലേക്കും സമരങ്ങളിലേക്കും വിമോചനങ്ങളിലേക്കും നയിച്ചത്. 4 തലമുറകളുടെ ഹൃദയത്തിൽ ഒരേ വികാര തീവ്രതയോടുകൂടിയാണ് ജയചന്ദ്രന്റെ ഭാവമനോഹരമായ ഗാനങ്ങൾ ഇന്നും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ജയേട്ടനെ കേൾക്കുമ്പോൾ നമ്മൾ ഒരു കാലത്തിന്റെ സ്വപ്നങ്ങൾ കേട്ടു. എത്രയോ പേരെ പ്രണയിപ്പിച്ചു. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി മധുമാസ ചന്ദ്രിക വന്ന ആ ഒരു കാലം വല്ലാതെ കണ്ണിനെ ഈർന്നണിയിക്കുന്നു. എത്രയോ പാട്ടുകൾ, കല്ലോലിനി പോലുള്ള പാട്ടുകൾ, മാനത്ത് കണ്ണികൾ മയങ്ങും കയങ്ങൾ, നെന്മണിയറയിലെ നിർമ്മല ശയ്യയിലെ നീലനീരാളമായി ഞാൻ മാറിയെങ്കിൽ ഇപ്പോൾ ഓർമ്മയുണ്ട്. എന്റെ ആദ്യ പ്രണയകാലത്ത് ഞാൻ പ്രണയിനിക്ക് കുറിച്ചു കൊടുത്ത വരികളാണ്. ഇന്ദുവദനേ നിന്റെ നീരാട്ടു കടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ വിടർന്നുവെങ്കിൽ, ഇന്ദുവദനേ നിന്റെ നീരാട്ടു കടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ വിടർന്നുവെങ്കിൽ, ഇന്ദ്രനീലാപതൂകും നിന്മലർമിഴിയുമായി സുന്ദരി അങ്ങനെ ഞാൻ ഇണങ്ങുമല്ലോ, നിന്മണിയറയിലെ നിർമ്മല ശയ്യയിലെ നീലനീരാളമായി ഞാൻ മാറിയെങ്കിൽ, ചന്ദനമണമൂറും നിന്ദേഹമലർവല്ലി എന്നുമെന്തിരി മാറി പടരുമല്ലോ. കണ്ണുനീരോട് കൂടി ഈ വരികൾ മാത്രം ആ മരിക്കാത്ത പ്രേമഗായകന്റെ, ഭാവഗായകന്റെ, അനശ്വര ഗായകന്റെ മരണമില്ലാത്ത സ്മരണകൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. മനസ്സിലാകുന്നുണ്ട് എത്രത്തോളം ആത്മബന്ധമാണ് ജയചന്ദ്രനുമായി താങ്കൾക്ക് ഉണ്ടായതെന്ന് മനസ്സിലാകുന്നുണ്ട്. എങ്കിലും ഒന്ന് ചോദിക്കുകയാണ്, ഏറ്റവും മറക്കാനാകാത്ത ഏതെങ്കിലും തരത്തിലുള്ള അനുഭവം അദ്ദേഹവുമായിട്ട് ഉണ്ടായിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ 80ാം പിറന്നാളിന് ഞങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ഒരു പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിച്ചിരുന്നു. അത് കൊടുക്കാൻ ഞാനും പോയിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ എൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അദ്ദേഹം. ഒറീസ എന്ന സിനിമയിൽ പിടയുക ഒറിയ നാടേ എന്ന് പറയുന്ന പാട്ട് അതിമനോഹരമായിട്ടാണ് ആലപിച്ചത്. ഒരുപാട് ഹൃദയബന്ധം ഉണ്ടായിരുന്നു. പലപ്പോഴും കണ്ടുമുട്ടുമ്പോഴൊക്കെ അദ്ദേഹം പാട്ടുകൾ പാടിത്തരും. ഒരു മടിയുമില്ലാതെ ഏത് സദസ്സിലും വെച്ച് ആർക്കും പാട്ട് പാടിക്കൊടുക്കാൻ ഒറ്റ തരത്തിലുള്ള സങ്കോചവും ഇല്ലാത്ത ഉദാരനായ പാട്ടുകാരനായിരുന്നു. അങ്ങനെ എത്രയോ നിമിഷങ്ങളുണ്ട്. എത്രയോ അധികമായിട്ട് കൂടിക്കഴിയാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളായിട്ട് അദ്ദേഹം എന്നെയും സ്വീകരിച്ചിരുന്നു. തുഞ്ചൻപറമ്പിൽ ഞങ്ങൾ അദ്ദേഹത്തെ കലോത്സവ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ മറക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനുണ്ട്. പക്ഷെ ഇപ്പോഴതൊന്നും ഓർമ്മിക്കാവുന്ന ഒരു മാനസികാവസ്ഥയല്ല. ഇപ്പോഴാണ് ഞാൻ ആ വാർത്ത കേട്ടത്. മനസ്സിപ്പോൾ കൂടുതൽ കലുഷമാണ്. അതുകൊണ്ട് കൂടുതൽ പറയാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുമ്പിൽ പ്രണാമം. ശരി, വളരെ നന്ദിയുണ്ട് ഈ ഒരു നിമിഷത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഉണ്ണിയുണ്ട്. ഉണ്ണി, ഇപ്പോൾ ഈ വിളിക്കുന്നവരൊക്കെ എല്ലാവരും അവരുടെ ഒരു ആത്മബന്ധത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. അത്രയും ഭാവഗായകനാണ് വിട്ടു പോയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ഉണ്ണി നേരത്തെ പറയുകയുണ്ടായി, ചെറുപ്പത്തിൽ നമ്മൾ റേഡിയോ തുറക്കുമ്പോൾ തന്നെ ആദ്യം കേൾക്കുന്ന ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിരിക്കാം. ആ ശബ്ദം കേട്ടാണ് നമ്മൾ ഓരോരുത്തരും വളർന്നത്, അല്ലേ? ഹരിത, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും നമ്മൾ എല്ലാ കാലഘട്ടത്തെയും ഓർമ്മിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്